വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും പിന്തുണയായാലും അതൊരു വോട്ടാണ്. അത് പോരട്ടെ എന്ന ചിന്തയാണ് കോൺഗ്രസിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുകയുണ്ടായി. നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന LDFനെ എങ്ങനെയും തകർക്കണമെന്ന ആലോചനയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പിണറായി വിജയൻ തന്റെ പ്രസ്താവന നടത്തിയത്. SPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും സാധാരണ മുസ്ലിം ജനവിഭാഗം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണെന്നിവർ പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അത് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. മതനിരപേക്ഷ നിലപാടാണ് കോൺഗ്രസിനെങ്കിൽ വർഗീയ ശക്തികളെ പിന്തുണയ്ക്കാൻ പാടില്ല. കോൺഗ്രസ് BJP പിന്തുണയ്ക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. 4 വോട്ടിനു വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്നത് നാടിന് ആപത്താണെന്ന് തിരിച്ചറിയുകയും വേണം. അർഹമായ സഹായം അനുവദിക്കാതെ കേരളത്തെ കേന്ദ്രം ശത്രുപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് നിൽക്കുന്നത്. വയനാട് പുനരധിവാസത്തിൽ കേരളം ഒരിക്കലും യാചിക്കുകയല്ല, മറിച്ച് അർഹമായതും അവകാശപ്പെട്ടതും ചോദിക്കുകയാണ്. അത് അനുവദിക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിന് യഥാർത്ഥത്തിലുണ്ട്. സഹായം നിഷേധിക്കുന്ന സമീപനം തുടർന്നാൽ മുമ്പ് പ്രളയകാലത്ത് പറഞ്ഞത് തന്നെയാണ് പ്രധാനമായും ആവർത്തിക്കാനുള്ളത്. തലയിൽ കൈവച്ചിരിക്കില്ല, കേരളം ഇത് അതിജീവിക്കുക തന്നെ ചെയ്യും. വയനാടിന്റെ കാര്യത്തിലും ഒരു കുറവും വരുത്താതെ ചെയ്യേണ്ടത് തന്നെ ചെയ്യും. ദുരന്ത ബാധിതരെ സർക്കാർ ഒരിക്കലും കൈയൊഴിയുകയില്ല. ലോകത്തിനും രാജ്യത്തിനും മാതൃകയായി നല്ലൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയും ചെയ്യും. ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ചില പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലും ഒരിക്കലും കഴിയില്ല. ജനാധിപത്യപരമായ പ്രവർത്തനം വർഷങ്ങളായി നടക്കാത്ത പാർട്ടികളും നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ CPIMനെ ജനാധിപത്യ പാർട്ടിയെന്ന് വിശേഷിപ്പിക്കാൻ ചിലർക്ക് വലിയ വിഷമമായിട്ടാണ് കാണുന്നത്. എങ്ങനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുകയും ഇല്ലാതാക്കുകയുമാണ് അവരുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPIM ജില്ലാ സെക്രട്ടറി V. ജോയും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.